മനേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ഹോം മെയ്ഡ് പപ്പടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പം ഞാൻ ഒരു അര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നല്ലവണ്ണം സോക്ക് ചെയ്ത് നമുക്ക് അരയ്ക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അരക്കപ്പ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നേരത്തെ പപ്പടം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, കറക്റ്റായിട്ട് അരി അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇതിൽ കുറച്ച് എള്ള് ആഡ് ഞാൻ ചെയ്യാണ്. നിങ്ങൾ എള്ളില്ലാത്തവർ ജീരകം ആഡ് ചെയ്യാമോ. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് അല്പം കൂടിപ്പോയി, നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ശകലം വെള്ളം ആഡ് ചെയ്യാണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. കൂടുതൽ തിക്കായിട്ടും ഇരിക്കരുത്, കൂടുതൽ ലൂസായിട്ടും ഇരിക്കരുത്. ഇത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം നമുക്കിത് കുക്ക് ചെയ്യാൻ പോണത് സ്റ്റീമറിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അതിനായിട്ട് ഇപ്പോൾ 2 പാത്രങ്ങൾ സ്റ്റീൽ അടപ്പുകളാണ്, കുറച്ച് വലിപ്പമുള്ള ഒരു ചെറിയ അടപ്പുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇതിനേക്കാളും ചെറിയ ടിഫിൻ ബോക്സിലൊക്കെ ഉള്ള ചെറിയ അടപ്പുകളാകുമ്പോൾ ഇതെക്കാളും നന്നായിരിക്കും. അങ്ങനെ ഇല്ലാത്തവർ പ്ലാസ്റ്റിക് അടപ്പുകളായിരുന്നാലും മതിയാകും. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ആ ചെറിയ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും, അതാണ് പറയണത്. ഇപ്പം നമുക്കിതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോണത്. നമുക്ക് ഇഡ്ഡലി തട്ടിലൊക്കെ ഇഡ്ഡലി ഒഴിക്കണത് പോലെ തന്നെ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാവാണ് ഒഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ പാത്രം ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പാത്രമാണെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതിയാകും. അപ്പം ചുറ്റിച്ച് കൊടുക്കുക. നിങ്ങൾ ചുറ്റിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ചുറ്റിക്കുമ്പോൾ അത് ഒന്നും പിടിക്കത്തില്ല. നെക്സ്റ്റ് ടൈം ഒക്കെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് വരും. ഫസ്റ്റ് ടൈം ഓയിൽ ഇരിക്കണോണ്ടാണ് പിടിക്കാത്തത്. ഓരോ തവണയും ഓയിൽ തടവേണ്ട ആവശ്യമില്ല. 2-3 എണ്ണം കഴിഞ്ഞിട്ട് തടവിയാൽ മതിയാകും. അപ്പോൾ ഞാൻ ഒരെണ്ണം ഒഴിക്കുമ്പോൾ വേറെ ഒരെണ്ണം അവിടെ താഴെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതെടുത്തിട്ട് അതിനകത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആകത്തില്ല. നിങ്ങൾ ചെറിയ തട്ടുകളാണെങ്കിൽ ഒരു 4-5 തട്ടുകൾ ഒന്നിച്ച് സ്റ്റീമറിൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇത് വലുതായതുകൊണ്ടാണ് ഒറ്റ പീസ് മാത്രം വയ്ക്കണത്. ഇതൊരു 30 സെക്കൻഡ്സ് കുക്ക് ചെയ്താൽ മതിയാകും. 30 to 40 സെക്കൻഡ്സ് ആണ്. ഞാൻ ഇപ്പോൾ 30 സെക്കൻഡ്സ് ആയപ്പോൾ തന്നെ എടുത്തത്. നിങ്ങൾ വച്ചിട്ട് 1-2 കൗണ്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ തണുത്തിട്ട് ഒരു കത്തി കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ വലിച്ചെടുക്കാം. അതങ്ങ് സോഫ്റ്റായിട്ട് വന്നേക്കാം. കണ്ട എന്ത് സോഫ്റ്റ് ആയിരിക്കണം, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട, ഒരു 30 to 40 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്ത് ഒരു ട്രേയിൽ ഞാൻ ഡ്രൈ ആകാൻ വയ്ക്കുകയാണ്. ട്രേ ഇല്ലാത്തവർ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് വെച്ചാലും മതിയാകും. അപ്പോൾ നിങ്ങളിത് വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ഉടനെ ആകും. പക്ഷെ ഞാൻ ഇപ്പം ഇത് വെയിലത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. അകത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 to 6 hours തന്നെ നിങ്ങൾക്ക് ഉണങ്ങി കിട്ടും. വേണമെങ്കിൽ വേഗം എളുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ചേക്കുക, കുഴപ്പമില്ല. പക്ഷെ നമുക്കിങ്ങനെ രാത്രി ഉണ്ടാക്കി നിങ്ങൾ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് സെറ്റായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് വലിയ പപ്പടമാണെങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നിറയെ ആവശ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ പപ്പടത്തിന് കട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പം ഒരു 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ക്യാപ്പിൽ ഒഴിച്ച് ചെറിയ പീസായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഷേപ്പായിട്ട് വന്നോളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഉണങ്ങാൻ വെച്ച പപ്പടം എനിക്ക് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതാ കണ്ട. അപ്പോൾ ഞാൻ ഇതിലൊരു 2 എണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ. ചെറിയ കഷ്ണങ്ങളായിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ്. അപ്പോൾ ഞാൻ ഇത് എന്തിന് കട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വലിയ പപ്പടം ആകുമ്പോൾ അത് ഓയിൽ നിറയാകും. അതുകൊണ്ടാണ് ചെറിയ കഷ്ണം ആക്കിയത്. ഇത് കണ്ട നല്ല തിന്നാണ്, അതുകൊണ്ടാണ് നമ്മുടെ ഫിംഗർ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമുക്കിത് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇടാം. അപ്പം ചെറിയ പീസാണ് ഞാൻ ഇട്ടത്, അതെന്ത് മാത്രം വലുതായി പൊന്തി വരണമെന്ന് നോക്കിയേ. കണ്ട, ഇത് അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും തന്നെ അതിലില്ല. നമുക്ക് പച്ചരി മാവ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പപ്പടം റെഡിയാക്കി എടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം മതി. കണ്ടാൽ നമുക്ക് പപ്പടം വലിയ പപ്പടം ഇട്ടതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഓയിൽ. ഞാൻ വലിയ പപ്പടം യൂസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഓയിലിട്ട് ചെറിയ പപ്പടം മാത്രമാണ് എടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ വരുന്ന ഓൾ എന്ന് പറയുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ പപ്പടങ്ങളെല്ലാം ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും ഇപ്പം കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന രീതിയിലാണ് പപ്പടം ഇരിക്കുന്നത്. നല്ല ക്രിസ്പിയാണത്. നല്ലവണ്ണം കൈ വെച്ച ഉടനെ തന്നെ അത് പൊട്ടിപ്പോണുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പപ്പടമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.